സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നൊരു പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ 8,000-10,000 രൂപയായാലും നോർമൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് ഇടുന്നൊരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 8,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന 4 ബെസ്റ്റ് ഫോൺസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ പൊസിഷനും കാര്യങ്ങളൊന്നും എവിടെയും പറയുന്നില്ല. 4 ബ്രാൻഡ് 4 ഫോൺസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയ ഫോൺ നിങ്ങൾക്ക് ഇന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എന്നാലും ഫൈനലായിട്ട് ഞാനൊരു ഫോൺ സെലക്ട് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ഫസ്റ്റായിട്ട് പറഞ്ഞ ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടോറോളയുടെ ഫോണാണ് മോട്ടോ G24 പവർ. ഇതിൻ്റെ ഡിസൈനൊക്കെ തന്നെ അത്യാവശ്യം കാണാനൊക്കെ നല്ല ലുക്കുള്ള ഒരു 8,000 രൂപ പ്രൈസ് പോയിന്റിൽ വരുന്നൊരു ഫോണാണെന്ന് ആരും പറയുന്നില്ല. അത്രയ്ക്കും നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ഫോണിന് വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ബിൽഡൊക്കെ വരുന്നത്. ഗ്ലാസ് വരുന്നില്ല. ഗ്ലാസ് എന്തായാലും ഈ പ്രൈസ് പോയിന്റിലൊക്കെ ഗ്ലാസ് വരുന്നൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും വരുന്നില്ല. പ്ലാസ്റ്റിക്കിനാണ് ബിൽഡ്. കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഫോൺ തന്നെയാണ്. 6.56 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. പിന്നീട് സെൽഫി ക്യാമറ സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പറയുന്ന 4 ഫോണിൽ ഈ ഒരു ഫോണിൽ മാത്രമേ ആ ഒരു പഞ്ച് ഹോൾ ക്യാമറ വരുന്നുള്ളൂ. അത് ഈ ഒരു 8,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോലും ബാക്കിയുള്ള ബ്രാൻഡുകളൊന്നും ഇപ്പോഴും നോച്ച് തന്നെയാണ് ആ ഒരു സെൽഫി ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെ തന്നെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ലുക്കായിട്ട് മാറി. അവരൊന്നും ഇപ്പോഴൊന്നും മാറ്റുന്നില്ല. പക്ഷേ മോട്ടോറോള ഇപ്പം ഒട്ടുമിക്ക എല്ലാ പ്രൈസ് പോയിന്റിലും ഇവരുടെ ഫോണാണ് എന്തും ഒരു ബെസ്റ്റ് ഒരു ഓൾറൗണ്ടർ ഫോണായിട്ട് എല്ലാ പ്രൈസ് പോയിന്റിലും വരുന്നത്. ഇപ്പോൾ ഒരു 10,000 അല്ല 20,000 അല്ലെങ്കിൽ 25,000 ആ റേഞ്ചിലൊക്കെ തന്നെ 50,000 അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ പ്രൈസ് പോയിന്റിലും ഒരു വേർത്തായിട്ടുള്ള ഫോൺ, ഒരു വാല്യൂ ഫോർ കൊടുക്കുന്ന പ്രൈസിന് അത്രക്കും വേർത്തായിട്ടുള്ളൊരു ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടോറോള ഫോണായിട്ട് മാറുന്നുണ്ട് ഇപ്പം. പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ റെഡ്മി റിയൽമി ഫോൺസൊക്കെ ആയിരുന്നു ഈ ഒരു പ്രൈസ് പോയിന്റിലെന്നും ബെസ്റ്റ് വരാറില്ല. പക്ഷെ അപ്പോൾ അവരൊക്കെ തന്നെ ഇപ്പം ഒരുപാട് ബാക്കിലോട്ടാണ്. റെഡ്മിനൊന്നും കാണാനേ ഇല്ല. റിയൽമി പിന്നെയും ഒരേ ഫോണൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ റെഡ്മിയൊക്കെ എവിടെയോ പോയി. പക്ഷെ അതൊക്കെ പോട്ട് പിന്നീട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 MB ഒരു ഡെപ്ത് സെൻസറും മാക്രോ ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. പിന്നീട് 16 MB ആണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. സോ പഞ്ച് ഹോൾ മാത്രമല്ല അതിൻ്റെ അകത്തും നല്ല ക്യാമറയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ല ക്യാമറ ഒക്കെ തന്നെയാണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ മിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്ന പ്രോസറാണ് വരുന്നത്. പഴയ ചിപ്സെറ്റാണ്. എന്നാൽ പോലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം ഡേ ടു ഡേ യൂസിനൊക്കെ തന്നെ പറ്റിയ ഒരു പ്രോസർ തന്നെയാണ്. അങ്ങനെ വലിയ ലാഗും കാര്യങ്ങളൊന്നും ഫോണിന് വരില്ല. പിന്നീട് സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലുള്ള മോട്ടോറോള UI ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബഗ്ഗും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഈ ഒരു ഫോണിൽ. പിന്നീട് 6000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അതും ഈ ഒരു ഫോൺ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ്. ഇതിൻ്റെ പ്രൈസ് 7,999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ല ഡിസൈൻ വരുന്നുണ്ട്. നമുക്ക് നല്ല ക്യാമറ ഡിസ്പ്ലേ ഒക്കെ തന്നെ നോർമൽ എല്ലാ ഫോണിലും ഈ ഒരു തരത്തിലാണ് ഡിസ്പ്ലേ വരുന്നത്. പക്ഷേ പഞ്ച് ഹോളായിട്ടാണ് ക്യാമറ വരുന്നത്. നല്ല ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ഫോൺ 5G അല്ല, ഇപ്പോഴും 4G ആണ്. അത് മെയിനായിട്ടുള്ള ഒരു പോരായ്മയാണ്. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള 5G ഒക്കെ തന്നെ എയർടെലും ജിയോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര നാളത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അറിയില്ല. കുറേ നാളെ ഇപ്പോൾ വരുന്നത്. എപ്പോൾ അത് നിർത്തുന്നൊന്നും അറിയില്ല. എന്നാലും ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും 5G എത്തി. ഉള്ളിലോട്ടാണെങ്കിലും സിറ്റിയിലാണെങ്കിലും എല്ലായിടത്തും 5G എത്തി. കവറേജൊക്കെ എത്തി. അപ്പോൾ ഇപ്പോഴും 4G ഫോൺ വാങ്ങുന്നത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ ഫോണാണ്. റിയൽമി നാസോ N63. ഇറ്റ്സ് ലുക്ക് ലൈക്ക് ആൻ ഐഫോൺ. അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ ഒരു 8,000 രൂപ പ്രൈസ് പോയിന്റിൽ ഒരു ഐഫോൺ ലുക്കുള്ളൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോവാം. സെയിം ഇപ്പം ഇത് ഒരു കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഐഫോൺ ക്യാമറ മൊഡ്യൂൾ പോലെ തന്നെയാണ്. അങ്ങനെ ക്യാമറ ലെൻസൊക്കെ തന്നെ സെയിം സൈസാണ്. അങ്ങനെ വലിയ ഇപ്പോൾ റെഡ്മിയുടെ ഒക്കെ ഫോൺസൊക്കെ ഉണ്ടെങ്കിലും അതിനും കാട്ടിയും കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്ന ഡിസൈനാണ് ഇത്. ആ ഒരു ട്രിപ്പിൾ ക്യാമറയിൽ ഒന്ന് ഫ്ലാഷായി കൊടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ദൂരത്തു നിന്നൊക്കെ കാണുകയാണെങ്കിൽ ആ ഒരു ഐഫോൺ പോലെ തന്നെ ഈ ഒരു ഫോണുണ്ട്. അപ്പോൾ അങ്ങനെ ഐഫോൺ വാങ്ങാനൊക്കെ പൈസ ഇല്ല, ഈ ഒരു പ്രൈസ് പോയിന്റിലേക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോവാം. ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ 6.75 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ക്യാമറ പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, പിന്നീട് ഒരു ഓക്സിലറി ലെൻസാണ് വരുന്നത്. 8 MB സെൽഫി ക്യാമറ നോച്ചിനകത്തും വരുന്നുണ്ട്.
പെർഫോമൻസ് പറയുകയാണെങ്കിൽ യൂണിസോക്കിൻ്റെ ടൈഗർ T6112 എന്ന പ്രോസറാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. 6GB 128GB 6GB 64GB വേരിയൻ്റാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസാണ് 7999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ലുക്ക് ലൈക്ക് ആൻ ഐഫോൺ. അപ്പം ഐഫോൺ വാങ്ങാൻ കാശില്ല എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഐഫോൺ പോലെ ലുക്കുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോവുക. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ റിയൽമിയുടെ ഫോൺ എന്ന രീതി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അങ്ങനെ വലിയ പോരായ്മ ഒന്നും പറയാനില്ല, അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റെഡ്മിയുടെ ഫോണാണ്. റെഡ്മിയുടെ 13C അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ഫോണിന് വരുന്നുണ്ട്. ഇനി 6.74 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. നോച്ചിൽ തന്നെയാണ് സെൽഫി ക്യാമറയും വരുന്നത്. ക്യാമറ പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, 2 MB മാക്രോ ക്യാമറ വരുന്നുണ്ട്. സെൽഫി ആണെങ്കിൽ 8 MB സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ മിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്ന പ്രോസറാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ മോട്ടോറോള ഫോണിലുള്ള ആ ഒരു സെയിം ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ബാറ്ററി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. 18 മാത്രമേ ഉള്ളൂ. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 7699 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റെഡ്മിയുടെ ഫോൺ എന്ന രീതി നോക്കുകയാണെങ്കിൽ എല്ലാം കുറവാണ്. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിലും എല്ലാം കുറച്ച് വീക്കായുള്ള ഫോണാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഡിസ്പ്ലേ ആണെങ്കിൽ എല്ലാം നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, ക്യാമറ നല്ല വരുന്നുണ്ട്, പെർഫോമൻസ് നല്ല വരുന്നുണ്ട്. ആ ഒരു ഫാസ്റ്റ് ചാർജിങ് കാര്യത്തിൽ മാത്രമേ കുറച്ച് കുറവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈസിലും കുറച്ച് കുറവുണ്ട്. അപ്പം റെഡ്മി ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 13C നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്ത ഫൈനലായിട്ടുള്ളൊരു ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ M6 5G. നേരത്തെ പറഞ്ഞ 3 ഫോണും 4G ഫോണാണ്. ഇതാണ് ഒരു 5G ഫോൺ എന്ന് പറയുന്നത്. അപ്പം സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അതല്ല ഡിസൈൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്കുള്ള ഫോൺ തന്നെയാണ് ഡിസൈൻ്റെ കാര്യത്തിൽ. 6.74 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ക്യാമറ ആണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, പിന്നീട് ഒരു ഓക്സിലറി ലെൻസും വരുന്നുണ്ട്. പിന്നീട് 5 MB ആണ് സെൽഫി ക്യാമറ, അതും നോച്ചിനകത്താണ് സെൽഫി ക്യാമറ വരുന്നത്. ഇവിടെയും നമുക്ക് പഞ്ച് ഹോളൊന്നും തന്നെ വരുന്നില്ല. പിന്നീട് പെർഫോമൻസ് പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 6100+ എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിന് പ്രൊവൈഡ് ഉള്ളത്. 5G ചിപ്സെറ്റാണ്. പിന്നീട് 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB നോർമൽ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 8999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആമസോണിൽ തന്നെ 250 രൂപയുടെ ഒരു കൂപ്പൺ വരുന്നുണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 250 രൂപ കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ബട്ട് നമുക്കിത് ഓഫർ ടൈമിൽ 8000 രൂപ പ്രൈസ് റേഞ്ച് കിട്ടുന്നതായിരിക്കും. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം കൂടുതൽ പൈസ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ കൊടുത്തിട്ട് ആ ഒരു 5G ഫോൺ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം എല്ലായിടത്തും 5G വന്നു. എന്തായാലും നിങ്ങളൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് 2 വർഷം 3 വർഷത്തൊക്കെ ആയിരിക്കുമല്ലോ ഒരു ഫോൺ വാങ്ങുന്നത്. ചിലപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ യൂസ് ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പം അത്ര കാലമൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 5G എടുക്കുന്നതായും കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എടുക്കുന്ന തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് 5G നോക്കുന്നതായും കുറച്ചും കൂടെ ബെറ്റർ ആയുള്ള ഓപ്ഷൻ. പക്ഷേ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് വേണ്ടത്, 5G വേണം, അങ്ങനെ മെയിൻ പ്രിഫറൻസ് അതില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മോട്ടോറുള്ള ഫോണൊക്കെ കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയുള്ള സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ഫോണിലൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പം 5G എടുക്കുന്നത് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5G എടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാ മുക്കും മൂലയിലൊക്കെ തന്നെ ഇപ്പോൾ 5G കിട്ടുന്നുണ്ട്. അപ്പം ഇനി ഫോൺ പുതുതായിട്ട് എടുക്കുന്ന സമയത്ത് 5G ഫോൺ എടുക്കുന്നതിനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോണിലൊരു ഫോൺ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോക്കോയുടെ M6 5G എടുക്കും. കാരണം അതിൽ 5G ഉണ്ട്. അതാണ് മെയിനായിട്ടുള്ള പ്രിഫറൻസ് എന്ന് പറഞ്ഞത്. ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും 5G ഉള്ളത് മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഈ ഒരു ഫോണിന് ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 5G ഫോൺ എടുക്കാൻ മാക്സിമം കുറച്ചും കൂടെ പൈസ കൊടുത്തിട്ട് എടുക്കാൻ ശ്രമിക്കുക. സോ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.